പ്രാർത്ഥിക്കേണ്ടായിരിക്കുന്നു. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവെ, ഇന്ന് ഈ സെഷനോർത്ത് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഹോളി സ്പിരിറ്റ് അനോയിന്റിനെ കുറിച്ച് പാർട്ട് 1 നിന്ന് എടുക്കുവാനുള്ള കൃപ നന്ദിയോട് നന്ദി പറയുന്നു. സ്വർഗത്തിലെ നല്ല പിതാവെ, യേശുവിന്റെ നാമത്തെ കർത്താവ് ഈ സെഷനോട് സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് അഭിഷേകത്താൽ നിറഞ്ഞ് കർത്താവെ, യേശുവിന്റെ നാമത്തിൽ അനേകം കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രാപ്തി ആ പരിശുദ്ധാത്മാ അഭിഷേകത്താൽ നിറയപ്പെടുന്ന വഴിയായിട്ട് കിട്ടുവാൻ കറവ് കൊടുക്കണമേ. സ്വർഗത്തിലെ നല്ല പിതാവെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ കർത്താവെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ എവരി evil spirit plan, witchcraft plan, any of the demonic spirit which is coming standing and against this gospel work and any of the system network, I apply the blood of Jesus Christ. I break that power right now. അതിനെ തകർത്ത് കളയുന്ന യേശുവിന്റെ നാമത്തിൽ, in Jesus name I pray. Once again more I pray for me, all this gospel preaching and everything. Thank you God, and give in your hand. Thank you Holy Spirit, you are taking control of everything. In Jesus name I pray. You want to say amen? പിന്നെ നമ്മൾ പുതിയ സെഷൻ ഹോളി സ്പിരിറ്റ് അനോയിനെ കുറിച്ച് 5-6 സെഷൻ എടുക്കാനായിരിക്കും. 8-10 സെഷൻ ആവട്ടെ. മലയാളത്തിലും കാണും, ഇംഗ്ലീഷുണ്ട്. പ്രൈസലോ ഓൺലൈൻ വായിക്കുന്ന എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രൈസലോ എൻ്റെ പഴയ കമ്പ്യൂട്ടർ ആയിരുന്നു, അത് കേടായി. പ്രൈസലോ അതുകൊണ്ട് അല്പം താമസിച്ചു സെഷനും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്, സെറ്റപ്പ് ചെയ്യാനായിട്ട്. കർത്താവ് പുതിയതും തരും. Our God is a good God. Our God always doing, will do the good things in our life. Praise the Lord. Hallelujah. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിനെ സെയിം സെഷൻ തന്നെ നാളെ അതിൻ്റെ പാട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹോളി സ്പിരിറ്റ് അനോയിന്റിനെ കുറിച്ച് ഇംഗ്ലീഷിൽ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സംസാരിക്കുന്നത് ഹോളി സ്പിരിറ്റ് അനോയിന്റിങ് ഇൻ മലയാളം. അപ്പൊ അനോയിന്റിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. ഇതിലെ അനോയിന്റിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെയോർത്ത് നടത്തുന്നു എമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്നു എമ്മാനുവേലേ അങ്ങേക്കു നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ അനോയിന്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോളി സ്പിരിറ്റ് അനോയിന്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പറഞ്ഞ് പരിശുദ്ധാത്മ അഭിഷേകം എന്നത് വിശ്വാസികൾക്ക് നൽകുന്ന ഒരു ആത്മീയ ശാക്തീകരണത്തിന്റെയും ദാനത്തെയും സൂചിപ്പിക്കുന്നു. അത് അവന്റെ ഉദ്ദേശങ്ങൾ, പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ അവരെ പ്രാപ്തരാക്കുന്നു. ഇത് വ്യക്തികളെ സേവനത്തിനും ശുശ്രൂഷയ്ക്കും സജ്ജരാക്കുന്ന ഒരു ദിവ്യപ്രാപ്തിയാണ്, ഒരു ഡിവൈൻ പവറാണത്. പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് പറഞ്ഞത്, ദ അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് refers to a spiritual empowerment and gifting that God gives to believers, enabling them to fulfill his purpose. It's a divine enablement that equips individuals for service and ministry, often associated with the Holy Spirit's presence and power. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അനോയിന്റിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ്, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്, ഒച്ച മേളത്തിൽ പറയുകയാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയുടെ, ഈ ലോക സൃഷ്ടിക്ക് മുമ്പേ പിതാവായ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ചെയ്യേണ്ട ആ ദൈവ പ്രവൃത്തിയുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട്, ആ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ദൈവ പ്രവൃത്തി അത് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ അനോയിന്റിങ് നമ്മൾ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ ഈ ഹോളി സ്പിരിറ്റ് അനോയിന്റിങ് വന്ന് നമുക്ക് തിരിച്ചറിവ് തരും. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമുക്ക് പറഞ്ഞു തരും. നമുക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം തരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രഘോഷിപ്പിക്കുവാനായിട്ട് ഈ അനോയിന്റിങ് നമ്മളെ പ്രാപ്തരാക്കും. അത് ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ പവറാണത് നമ്മളിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. അപ്പൊ എന്നെ വായിച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയുടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു.
ഇത് പറയുന്നത് അതാണ് ഗോസ്പൽ ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 16. അതാണ് യോഹന്നാൻ വിശേഷം 14:16 വാക്യം പറയുന്നത്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്നൊരു മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ പറയുന്നത്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. I would like to read in English, Gospel John chapter 14 verses 16 and 17. Praise the Lord. And I will pray the Father, and he will give you another helper, that he may abide with you forever. Praise the Lord. Another helper, that is Holy Spirit, that is the Spirit of God. Praise the Lord. The same Spirit raised Jesus Christ from the death to the life. Praise the Lord. The people, those who are believing in Jesus Christ is their Lord and Savior, you will be getting a divine power, refreshing power through the Spirit of God, if you are a born again child of God. Praise the Lord. Hallelujah. If you are walking in Spirit. അതാണ് പറയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇല്ലാത്ത കാരണം നമ്മളിത് പറയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ആ ഡിവൈൻ പവറാണ് പ്രൈസ് ദി ലോർഡ് നമ്മളെ ഓരോ കാര്യം ചെയ്യാനായിട്ട് നമ്മളെ എനേബിൾ ചെയ്യുന്നത്, നമ്മളെ ശക്തീകരിക്കുന്നത് ആ ദൈവത്തിന്റെ ആ അത്യന്ത ശക്തിയാണ്. അതാണ് പൗലോസ് പറയുന്നത്, ഈ അത്യന്ത ശക്തി അത് മൺപോടാരങ്ങളായിരിക്കും. എന്ന് വെച്ചാൽ ഇന്ന് ജീവിച്ച് നാളെ ഈ ഫ്ലഷില് മരിച്ചു പോകുന്ന നമ്മളുടെ കർത്താവ് തന്നിരിക്കുന്നു. ഫ്ലഷ് മരിച്ചു പോകും, പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ, നമ്മുടെ ആത്മാവോ അതെന്നേക്കും മരണമില്ലാതെ ജീവിക്കുന്ന ജീവന്റെ ആത്മാവാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഈ അഭിഷേകം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് കർത്താവിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് ചെയ്ത് തീർക്കാനായിട്ട് കർത്താവ് നമുക്ക് ഒരു കർത്താവ് സ്നേഹിക്കുന്ന, കർത്താവിന്റെ പദ്ധതി വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ലോക സൃഷ്ടിക്ക് മുമ്പേ കർത്താവ് അത് അണിയിച്ചൊരുക്കി തരാൻ വേണ്ടി വെച്ചിരുന്നാണ്. അത് ആ സമയത്തിന് പൂർത്തീകരിച്ച് നമുക്ക് തരുന്നതാണത്. ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നു. കർത്താവിന്റെ വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ അങ്ങനെയാ പലരും ഈ കർത്താവിന്റെ വചനം പലരും പ്രസംഗിക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രസംഗം എല്ലാം ഇടവഴിക്കിട്ട് ഇട്ടിട്ട് പോയി. അല്ലെങ്കിൽ പക്ഷേ കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഈ വചനം പ്രസംഗിക്കുന്നതിൽ അദ്ദേഹം വിട്ടുപോകത്തില്ല. കാരണം ഇത് അവന്റെ ഒരു ഡ്യൂട്ടി, ആ വ്യക്തിയുടെ ഒരു ഡ്യൂട്ടിയാണ്. എല്ലാവരുടെയും അല്ല, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ ഡ്യൂട്ടിയാണ് വചനം പ്രസംഗിക്കാവുന്നത്. അത് എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും അവരവരുടെ ജോലി ഒരല്പം താമസിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്തുകൊണ്ടേയിരിക്കും, ചെയ്യുക തന്നെ ചെയ്യും. This cannot be changed. We have to do, we should do, we must do. The person, he have to do his duty of Christ. Praise the Lord. What the reason is, he was chosen by God before the foundation of the world. Praise the Lord. Because of this reason, when he heard the word of God, he himself born again and baptized by Holy Spirit. Praise the Lord. അതാണ് നമ്മൾ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് Soja, God bless you. Praise the Lord. Pray for that knowledge and wisdom. May God bless you, Sister Soja. In Jesus' name. Please share this first message. Okay. അതാണ് പറയുന്നത്, നമ്മളിപ്പോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് വരുമ്പോൾ സാധ്യങ്ങൾ താരും, സാധിക്കും. അത് പിശാച് കൊണ്ടുവരുന്ന നമ്മുടെ അസാധ്യപരമായ ബ്ലോക്കുകൾ മൊത്തം കർത്താവ് അത് തകർത്ത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊക്കെ എന്ന് വെച്ചാല് ഒരു ദിവസം എനിക്ക് റെന്റ് കൊടുക്കാൻ വേണ്ടി മൂർത്തിയില്ല. ബാങ്കിലാണെങ്കിലും ഒരു എല്ലാം കൂടെ തപ്പി പറയുക 4 പെൻസ്, 54 പെൻസ്. പക്ഷെ കർത്താവിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ കർത്താവ് അത് നമുക്കറിയാം എല്ലാം മാനേജ് ചെയ്യേണ്ട രീതിയിൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എന്നെ അറിയാത്ത ആൾക്കാർ വന്ന് എന്നെ ബ്ലസ് ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ എന്ന് കഴിഞ്ഞാല് ഒന്നുമില്ലാത്ത അവസ്ഥയിലും എനിക്ക് ഭാരമില്ല. കാരണം എന്നാ വെച്ചാൽ ഈ കർത്താവിന്റെ അഭിഷേകം, അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മളിൽ വസിക്കുന്നു. അഭിഷേകം തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. അതാണ് ആദ്യം അവിടുത്തെ രാജ്യം, നീതി അന്വേഷിക്കുക. യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. അവൻ തന്നെ സത്യദൈവവും നിത്യജീവനമാണെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന് വേറെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അസാധ്യങ്ങൾ കർത്താവ് സാധിച്ചു തരും, നമ്മുടെ കാര്യങ്ങൾ ചെയ്യും. That I was preaching, I was talking about the things which has happened in my life. That means, okay, in my bank,
There is no much money, only 54 pence. Nothing it was. So that, I want to give the allowance me to a lot of my expenses, all my expenses. But I was not having any other worry in my heart. I was having full of joy. I was rejoicing God. I went to preach the gospel in the city center without having anything. When I start to preach the gospel, our God sent somebody to bless me. I'm not saying how much. I don't know who you are. They told, Heavenly Father sent me to give you. They told like that. Praise the Lord. Hallelujah. This is our God. Our God knows his children's heart. Even if you are feeling trouble in your heart, our God is the good God, always doing the good things in your life. That's what the Bible is saying. The devil came to steal and destroy everything in your life. But Jesus Christ came to give the good things in your life and life everlasting in your life. And God can make your name great. Praise the Lord. Hallelujah. Our God can multiply the things whatever you are laying down in your hand. അതാണ് ഞാൻ പറഞ്ഞു ചെയ്യുന്നത്. അതാണ് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും ആകുലതയില്ല, ഒന്നിനെക്കുറിച്ച് നിങ്ങൾക്ക് നിരാശയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം നമ്മളെ എല്ലാവരും പായിച്ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ കർത്താവിലുള്ള വിശ്വാസത്താല് നമ്മൾ ഒരിക്കലും നമ്മുടെ കർത്താവിലുള്ള വിശ്വാസത്താല് നമ്മുടെ ആ സന്തോഷവും സമാധാനവും ഒരിക്കലും അത് വ്യർത്ഥമായി പോകത്തില്ല. സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ പ്രൈസ് ദി ലോർഡ് അത് ദൈവമാണ് തരുന്ന സന്തോഷവും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമോട് സന്തോഷവും സമാധാനം നമുക്ക് തരുന്നത് അത് ദൈവമാണ് തരുന്നത്, ദൈവത്തിന് പരിശുദ്ധാത്മാവാണ് തരുന്നത്. അവിടുന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും പറയാനായിട്ടുള്ളത്, എത്രമാത്രം ഭാരങ്ങൾ ജീവിതത്തിലുണ്ടോ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഗോസ്പൽ പ്രീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങളെ തകർക്കാനായിട്ട് അതേപോലെ അന്ധകാര ശക്തിയുള്ളൂ. ഒരു സൈന്യം മൊത്തം നിങ്ങൾക്കെതിരെ വരും. നിങ്ങൾ ഐസൊലേഷനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും, കൂട്ടായ്മകൾ തകർക്കാൻ ശ്രമിക്കും. നിങ്ങളായിരിക്കുന്ന നിങ്ങളെപ്പറ്റി അവവാദം പറഞ്ഞ് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരെ ഫോൺ ചോർത്തിയിട്ട് നിങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ കൂട്ടായ്മ ചർച്ചകൾ തകർക്കാൻ ശ്രമിക്കും. നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരെ ഡീറ്റെയിൽ എടുത്തിട്ട് നിങ്ങളെപ്പറ്റി അവരെപ്പറ്റി എന്തെങ്കിലും മോശമായിട്ട് നിങ്ങളെപ്പറ്റി മോശമായിട്ട് പറഞ്ഞവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കും. ഒരേ ഒരു കാര്യം, നിങ്ങൾ കർത്താവിന്റെ വില വിട്ടുപോകണം. നിങ്ങൾ പറയണം, നിങ്ങൾ ഒറ്റയെ ഉള്ളെങ്കിലും ആ വിധനെ പോലെ കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഈ ഒരു ദൈവത്തെ ആരാധിക്കാനാണ് നമുക്ക് ഈ ജീവിതം തന്നിരിക്കുന്നത്. മൺപറഞ്ഞു പോയവരോ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ നൂത ഗണങ്ങളൊന്നും കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ അലോടല്ല. ഈ ലോകത്തിൽ നിന്ന് മരിച്ചു മാറ്റപ്പെട്ട ആൾക്കാർ അവർക്ക് ആരാധിക്കാനോ അവർക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനോ പറ്റത്തില്ല. അവർക്ക് ആഗ്രഹമുണ്ട്. They are still asleep. They cannot come out and preach the gospel. Their time is over. But you and me, we are the chosen generation. We are the royal priesthood. We are appointed from the heaven to preach the good news to everybody. Praise the Lord. Such a wonderful gospel I'm preaching in front of everybody today. എന്താണ് പറയുന്നത്? അതാണ് യോഹന്നാൻ 14:16 എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവ് എന്നോ മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലോപിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളെ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരില്ല. അത് കർത്താവ് പറയുന്നത്, ഒരിക്കലും ഒരിക്കലും തള്ളിക്കളയോ ഉപേക്ഷിക്കുകയോ ചെയ്യത്തില്ല. ഞാൻ നിത്യസ്നേഹത്താല് എല്ലാവരെയും തിരിച്ചു വിളിക്കും. വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെ കൈക്കൊള്ളും തിരിച്ചു വന്നു കഴിഞ്ഞാൽ. ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇതാണ് പറയുന്നത് John chapter 14 verses 26. This same I'll be preaching tomorrow in English. Okay, almost same. So I'm not preaching in English. Okay, little bit I was preaching. പറഞ്ഞ 26 വാക്യം, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥ നിങ്ങൾക്ക് സകലവും ഉദ്ദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അതാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം വരുന്നത്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? എന്നാ നമുക്ക് ചെയ്യുന്നത്? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്, ഒന്ന് യേശുക്രിസ്തു നമ്മൾ ഈ ലോകത്തിൽ ഒന്ന് പറഞ്ഞ കാര്യങ്ങൾ മൊത്തം നമുക്ക് ഓർമ്മപ്പെടുത്തും. സ്വർഗത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തും. വരുവാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും ഏറെക്കുറെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തും. ആ ദൈവത്തിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. എന്ത് പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ട് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്നു. അവന് സ്വയമായി സംസാരിക്കാതെ
താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. എൻ്റെ ജീവിതത്തിലൊക്കെ പലപ്പോഴും സംഭവിക്കാൻ പോകും. അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വേരിയും റൂം തുറന്ന ആൾക്കാർ കയറിയിട്ടുണ്ട്. അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് റൂം തുറന്ന ആൾക്കാർ അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു തരുന്നാല് വിചാരിച്ച എത്ര തന്ത്രങ്ങളെന്ന് നമുക്ക് നടക്കാൻ പറ്റും. അത് ഹാൻഡ് ഓവർ ചെയ്യേണ്ട ആൾക്കാർ ഹാൻഡ് ഓവർ ചെയ്തല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം അന്ധകാര ശക്തി നമ്മളെ തകർക്കാൻ ശ്രമിക്കും. കർത്താവ് അതിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിക്കും. നമുക്കതിനുള്ള നോളജും ജ്ഞാനം എല്ലാം കർത്താവ് തരും. ഇത് പറഞ്ഞ ഞാൻ നിങ്ങളെ മാനസാന്തരത്തെ എന്താണ് പറയുന്നത്? അതാ പറയുന്നത് മാത്യു ചാപ്റ്റർ 3:11. ഇതിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ നിന്ന് സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനെ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം ഏൽപ്പിക്കും. യേശുക്രിസ്തു നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം വരുന്നു, തീയാൽ വരുന്നു. അഗ്നിയാൽ നമുക്ക് സ്നാനം കിട്ടുന്നു. അതാണ് നമുക്ക് ദൈവത്തിന്റെ വിശുദ്ധാത്മ നമുക്ക് സ്നാനം തരുന്നത്. അഗ്നിയാൽ സ്നാനം കിട്ടുന്നു. അഗ്നി അഭിഷേകം, അതാണ് വിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഗ്നി അഭിഷേകമാണ്. നിറയും ഉന്നതന്നെ അത്യുന്നതന്നെ അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രം ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രം ദൈവമെന്നും. ഉന്നതന്നെ അത്യുന്നതന്നെ അങ്ങേ പോലൊരു ദൈവമില്ല. മത്തായി ശേഷം 3:16 ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 3:16. ഇത് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവിനെ പോലെ ഇറങ്ങി അവന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു കഴിയുമ്പോൾ, കർത്താവിലേക്ക് അഭിഷേകം വന്നു കഴിയുമ്പോൾ, അഭിഷേകം കിട്ടുന്ന ആൾക്ക് ദൈവത്തിന്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റും. അടുത്തെങ്കിലും ആൾക്ക് കേൾക്കാനായിട്ട് പറ്റത്തില്ല. അഭിഷേകത്തെ നിറയുന്ന ആൾക്കാർ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റും. ഞാൻ പലപ്പോഴും നമുക്കറിയാം, ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് ചെയ്യാനായിട്ട് പോയായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഡ്യൂട്ടിയിൽ 1 മണിക്കൂർ ബ്രേക്ക് കിട്ടും. അന്നേരം ഉറങ്ങുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറയും, അന്നൊക്കെ രക്ഷയോട് സ്നാനപ്പെട്ട് കഴിഞ്ഞത് അവസരമാണ്. കർത്താവ് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വിളിച്ച് ഏൽപ്പിക്കണമെന്ന് പറയും. അത്ഭുതം എന്ന് പറയട്ടെ, നമ്മൾ ചുമ്മാ പറഞ്ഞതാണെങ്കിലും ഒരു അലാറവും വെക്കാതെ അലാറം വെച്ചിരുന്നു. പക്ഷെ അലാറത്തിന് മുമ്പ് 5 മിനിറ്റ് മുമ്പ് ജോളി എന്നൊരു സ്വരം എൻ്റെ ചെവിയിലേക്ക് വന്നു. ഞാൻ ചാടിയേറ്റു. ഇത് ഞാൻ ജോളി എന്നൊരൊറ്റ വിളിങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ ചാടിയേറ്റു. നോമ്പ് റൂം ആരെങ്കിലും വിളിച്ചാണെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു ആരും വിളിച്ചില്ല, റൂം അടച്ചിട്ടിരിക്കുക. പ്രൈസിലോടെ. അതേപോലെ തന്നെ കർത്താവ് പല പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രൈസിലോടെ. നമുക്ക് എന്നാൽ എൻ്റെ ചെവി കൊണ്ട് കേൾക്കേണ്ട രീതിയിൽ കർത്താവ് സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും. പ്രൈസിലോടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിരുന്നത്, അപ്പം ഈ ദൈവം നമ്മോട് സംസാരിക്കും. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളോട് സംസാരിക്കും. ഒരേ ഒരു കാര്യം, നമുക്ക് ആ വാഞ്ചയുണ്ടായിരിക്കണം, കേൾക്കുവാനുള്ള വാഞ്ച. ഈ ദൈവം നമ്മളോട് സംസാരിക്കും എന്നുള്ള ചിന്ത നമുക്ക് വേണം. പ്രൈസിലോടെ. നിശ്ചയമായിട്ടും ദൈവം സംസാരിക്കും. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളെ പയക്കുന്നവരെ അടുത്ത് നമ്മൾ മൈൻഡ് ചെയ്യാൻ വേണ്ടി പോകാൻ കാര്യമില്ല. നമ്മുടെ ശത്രുക്കളാണോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവരെന്തൊക്കെയോ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. പ്രൈസല്ലോ. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിലും നമുക്ക് വിരോധമായിട്ട് നമുക്ക് പ്രതികൂലം പ്രൈസല്ലോ. എന്നാൽ ഇതാണ് പറഞ്ഞത്, കർത്താവിന് യേശുക്രിസ്തു പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ അപ്പോയിന്റ് ചെയ്തിരുന്നു. അതാണ് പറയുന്നത്, യേശുപ്രവാചകൻ 61 വാക്യം പറയുന്നതെന്ന് വെച്ചാൽ, Praise the Lord. The Spirit of the Lord is upon me, because the Lord has anointed me to preach the good tidings to the poor. Praise the Lord. അതാണ് സത്യസുവിശേഷം നമ്മൾ മറ്റുള്ളവർ പ്രസംഗിക്കണം. ഇന്ന് അനേകം ക്രിസ്ത്യാനികളൊക്കെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഹതുരസേനൊക്കെ ചെയ്യുവാണ്. രോഗികളെ ശുശ്രൂഷിക്കല്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേപോലെ തന്നെ അസുഖമുള്ളവരെ അവര് മരുന്ന് കെട്ടല്, കൈവെക്കല്, പ്രൈസ് ദി ലോർഡ്, കാലുകൊണ്ട് അതെല്ലാം വേണം. അപ്പൊ ആദ്യം കർത്താവിന്റെ വചനം ജാതികളോട് നിങ്ങൾ പ്രസംഗിച്ചോ? അതാണ് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതോടുകൂടി വചനത്തോട് കൂടി ഇതെല്ലാം ചെയ്യണം. ആദ്യം നിങ്ങൾ അത് വചനം പ്രസംഗിക്കുന്നുണ്ടോ?
ആൾക്കാരെ രക്ഷയിലേക്ക് നയിക്കുന്നുണ്ടോ? അതാണ് കർത്താവ് പറയുന്നത്, കർത്താവ് ചോദിക്കുന്നത്. എളിവരോട് കർത്താവിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളിവരോട് സത്വർത്താനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിച്ചുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലെ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറി കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും പ്രൈസ് ദി ലോർഡ് യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രീതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരായവരൊക്കെയും മായരൊക്കെയും ആശ്വസിപ്പാനും പ്രൈസ് ദി ലോർഡ് സിയോനിലെ ദുഃഖിതർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. That means is to give to them beauty for ashes. Praise the Lord. Hallelujah. ഇതാണ് സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷ മനസ്സിന് ഇത് മലയാളത്തിൽ ഇങ്ങനെ ഒരു ഭയങ്കര നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ട് തന്നെ. പകരം സ്തുതി എന്ന മേലാടിയും കൊടുക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മൗക്തീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നതെന്ന് വെച്ചാൽ കർത്താവിന്റെ ആ അഭിഷേകം യേശുക്രിസ്തു സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിലേക്ക് വന്നു. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ട പ്രവാചക പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒന്ന് കർത്താവ് ഓർത്തു. അത് എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത്? യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം അതിൽ വ്യക്തമായിട്ട് എഴുതിയ യേശുക്രിസ്തു 1 തൊട്ട് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുന്നത് വെച്ചാൽ എളിയവരോട് സത്യപ്രസ്ഥാനം പ്രസവിപ്പിക്കുവാൻ the spirit of the Lord God is upon me, because the Lord has anointed me to preach the good tidings to the poor. Praise the Lord. This anointing, it has already been happened before my birth in this world. That's what Jesus Christ was saying in front of them. Praise the Lord. അതാണ് നമ്മൾ ഓൾറെഡി അനോയിന്റഡ് ആണ് സ്പിരിച്വലി. അതാണ് രക്ഷിക്കപ്പെട്ട എല്ലാവരും നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഈ നേരത്തെ നമ്മൾ അനോയിന്റഡ് ആണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരുന്നത്. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാവരും യേശുക്രിസ്തുവിന്റെ പ്രീ പ്ലാനിങ്ങിലേക്ക് വന്നത് അത് കാലത്തിന്റെ ആ പൂർത്തീകരണത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാം രോഗം സൃഷ്ടിക്കും മുമ്പേ പിതാവായ ദൈവത്താൽ അനോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ ഈ അനോയിന്റിങ് നിശ്ചയവിന്റെ വ്യർത്ഥമായി കളയുന്ന ആൾക്കാരുണ്ട്. പൈസ അലസമായി കളയുന്നത്. ഇത് അത് അലസമായി കളയാതെ നമ്മളത് ദിവസവും നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലും കൂട്ടായ്മയിലും പ്രൈസിലോട് നമ്മളെ കാത്തു സൂക്ഷിക്കണം. അന്ധകാഴ്ചയ്ക്ക് നമ്മുടെ അനോയിന്റിങ് അലസമാക്കി കളയിപ്പിക്കാനായിട്ട് പറ്റും. ശൗലിന്റെ ശൗലിനെ അലസമാക്കി കളഞ്ഞ പോലെ. പ്രൈസിലോട്ട് ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദാവീദിന് രാജസ്ഥാനം കിട്ടി. അനോയിന്റിങ് നമ്മൾ അലസമായി കളയരുത്. അനോയിന്റിന് വില കൊടുക്കണം. നമ്മൾ അല്പം ബുദ്ധിമുട്ടായിരിക്കും നേരത്തെ ഏൽക്കണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പം നിങ്ങൾ നേരത്തെയായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ സാത്താന്യ കോട്ടുകൾ വിറയ്ക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ പ്രശ്നങ്ങളുണ്ട്. ഒന്നുമില്ലാത്ത അവസ്ഥ, സീറോ ബാലൻസ് വരും. പൈസല്ലോ ഹല്ലേലൂയ. എങ്കിലും യഹോവയായി ഞാൻ നിന്നെ വഴി നടത്തും. അതാണ് ദൈവം പറയുന്നത്. അതാണ് നിങ്ങൾ കർത്താവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രശ്നങ്ങൾ അതേപോലെ ഒന്നുണ്ട്. ഈ വില ഒന്നിപ്പിച്ച് പൊട്ടുന്ന പോലെ അത് മാറും. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ കർത്താവിനാൽ പ്രൊട്ടക്റ്റഡ് ആണ്, കർത്താവിനാൽ സെലക്റ്റഡ് ആൾക്കാരാണ്. യു ആർ ദ ചോസൻ ജനറേഷൻ. No one can touch and destroy your life. Our God is with you. Our God will never leave you nor forsake you. ഞാൻ ഒരു നാളും നിന്നെ കൈവിടത്തുമില്ല, ഉപേക്ഷിക്കത്തുമില്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാഗ്ദത്തം ചെയ്തത്. ആ വാഗ്ദത്തം നമ്മൾ നിറവേറും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടോടെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്, ഫെലോഷിപ്പ് ചെയ്യുന്ന ആൾക്കാരാണോ? രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണോ? അസാധ്യങ്ങൾ നടക്കും. ഒന്നുമില്ലാത്ത അവസ്ഥ വഴികൾ തുറന്നു വരും. ഇതെങ്ങനെ സംഭവിച്ചെന്ന രീതിയിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒരു കാര്യം, we have to worship our Lord, spend time with the God. Praise the Lord hallelujah. Each and every morning we have to wake up early and give the thanks and praise to the Lord. Praise the Lord hallelujah. Glory be to God. അതാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒന്നിനൊരു കുറവുണ്ടാകത്തില്ല. അതാണ് കർത്താൻ പറഞ്ഞത്. സിംഹക്കുട്ടി ഇരകെട്ടാതെ അറിയും, കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനൊരു കുറവുണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഇത് പറഞ്ഞ് യേശുക്രിസ്തുവിനെ കുറിച്ച് അവൻ ഇന്ന് നിങ്ങളെക്കുറിച്ച് എഴുതിയ കാര്യങ്ങളൊന്നും ഓർക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതോട് പറഞ്ഞേ, നമ്മൾ കർത്താവിന് ചോദിക്കുന്ന കർത്താവിന്റെ ദൈവത്തിന് വിശുദ്ധാനോ നമുക്ക്
ആത്മാക്കളെല്ലാം അളവ് കൂടാതെ ഇരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാക്കളെ നമുക്ക് കർത്താവ് അളവ് കൂടാതെ ഇരുന്നത്. ഇത് പ്രധാനം പറഞ്ഞു കഴിഞ്ഞാൽ ഗോസ്പൽ ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 34 ഇത് പറയുന്നത്, ഫോർ ഹി ഹും ഗോഡ് ഹാസ് സെന്റ് സ്പീക്സ് ദ വേർഡ്സ് ഓഫ് ഗോഡ്, ഫോർ ഗോഡ് ഡസ് നോട്ട് ഗീവ് ദ സ്പിരിറ്റ് ബൈ മെഷർ. ഇത് പറഞ്ഞേ, ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ആത്മാവിനെ അളവ് കൂടാതെ എല്ലാം കൊടുക്കുന്നത്. നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് നോക്കുമ്പോൾ വീണ്ടും നമുക്കൊരു കൊയ്ത്ത് നടക്കാൻ അവസരം തരും. നിങ്ങളൊരു കാലെടുത്ത് വെച്ചാൽ വീണ്ടും കർത്താവ് 2 കാലത്ത് എടുത്താൽ അവസരം തരും. നിങ്ങളൊരു ഡോർ തുറന്നാൽ കർത്താവ് ഒരു 10 ഡോർ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങളൊരു വചനം, യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 പേരുടെ മുമ്പിൽ കർത്താവ് പറയിപ്പിക്കാൻ ഇടവരുത്തും. പ്രൈസ് ദി ലോർഡ്. അവർ കർത്താവിനെ കേൾക്കാൻ ഇടവരുത്തും. അവരെ സൗഖ്യപ്പെടുത്തുവാൻ കർത്താവ് ഇടവരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വേറെ സിറ്റികൾ കർത്താവ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഓരോരോ സ്ഥലങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ അയക്കും. നിങ്ങളുടെ ജീവിതം ഒരു കൊയ്ത്തിന്റെ ജീവിതമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കോളിങ് ഹെവൻലി കോളിംഗ് ആണ്. രാജകീയ പൗരോഹിത്യമായിട്ട് കിട്ടിയിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാവരും രാജകീയ പുരോഹിതന്മാരാണ്. സെപ്പറേറ്റ് പുരോഹിതന്മാരില്ല ഈ ലോകത്തിൽ. അത് മനുഷ്യരത് ഉണ്ടാക്കിയ പുരോഹിതന്മാരാണ്. ഒരേ ഒരു പുരോഹിതൻ രാജകീയ പുരോഹിതനാണ്. അതാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന അതെല്ലാവരും. അവരെല്ലാവരും പുരോഹിത ശുശ്രൂഷ ചെയ്യാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Hallelujah. Glory be. Sister Soumya, God bless you. Please share this gospel message. Okay. അല്ലേ? അതാണ് നമ്മളെല്ലാം ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തികളാണ്. ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തി. ഒരു ചർച്ചയിൽ നിന്ന് അയക്കപ്പെട്ട വ്യക്തിയല്ല. പാസ്റ്ററാൽ അയക്കപ്പെട്ട വ്യക്തിയല്ല. കാലത്തിന്റെ പൂർണ്ണതയിൽ കർത്താവ് അവിടെ ഫെലോഷിപ്പിനാണ് നമ്മളെ നാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ചർച്ച പാസ്റ്റർമാർ നിങ്ങൾ അങ്ങനെ പ്രീച്ച് ചെയ്ത് അങ്ങനെ ചെയ്യാൻ, അങ്ങനെയല്ല. നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ വിളിച്ചിരിക്കുന്നത്. എവിടെയാണെങ്കിലും വചനം പ്രസംഗിക്കണം. എല്ലാവരോടും കർത്താവിന് വചനം പ്രസംഗിക്കണം. അത് ആർക്കും ബൗണ്ടറി കേൾപ്പിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Our calling is evangelical calling, apostle calling, prophetical calling. We are the prophets, missionary, teacher, and all the work you can do, our God can do, our God want to do through your hand. പുറോട്ട് മാറരുത്. തിരമാലകൾ വരും, പ്രശ്നങ്ങൾ വരും, മഴയുണ്ടാവും, കൊടുങ്കാറ്റുകളുണ്ടാവും. അതെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് പുറോട്ട് മാറിയേ പറ്റത്തുള്ളൂ. ഒന്നും ഒരിക്കലും ഒരു ദോഷം നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. കാറ്റും കോളും യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മല പോലെ വന്ന പ്രശ്നങ്ങൾ എലി പോലെ മാറിപ്പോയി. കടലിലെ ഈ കാറ്റിനെയും കടലിന്റെ മുകളിൽ കൂടെ നടന്ന് പരാജയപ്പെടുത്തിയ ആ സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ചെറുത് ഹല്ലേലൂയ പറഞ്ഞാൽ തന്നെ കേൾക്കുന്ന ദൈവവചനത്തിൽ മടുപ്പുണ്ടാകരുത്. ശക്തമായിട്ട് പ്രഘോഷിക്കണം. അല്പം താമസിച്ച് പോയാൽ, ലേഖനം താമസിച്ച് പോയാലും നിങ്ങൾ വചനം പ്രസംഗിക്കുക തന്നെ ചെയ്യാം. പ്രാർത്ഥിക്കേണ്ട സമയം അല്പം താമസിച്ച് അയച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ പ്രാർത്ഥിക്കേണ്ട സമയത്ത് തന്നെ സമയത്ത് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കണം, താങ്ക്സ് പറയണം, വചനം വായിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന വെളിപാട് നിങ്ങൾ ഷെയർ ചെയ്യണം. അനേക ആൾക്കാർക്ക് ഒരാളെ കുറിച്ച് കർത്താവിന്റെ വചനം പറഞ്ഞു കേൾപ്പിക്കണം. ഒരാളെങ്കിലും ദിവസവും. ഇത് പറഞ്ഞു കഴിഞ്ഞാല് കർത്താവ് പറഞ്ഞാല് എന്തായിരുന്നു കർത്താവിന്റെ വചനം എന്തായിരുന്നു? അതാണ് അപ്പോസ്തലപ്രവൃത്തി 38 ഇതിൽ പറയുന്നത് എന്നാൽ വിശുദ്ധാത്മ അഭിഷേകത്തെ നിറഞ്ഞ പത്രോസ് പറയുവാണ്. ഇത് പറയുന്നത് വെച്ചാൽ how God anointed Jesus, book of Acts chapter 10 verse 38. How God anointed Jesus of Nazareth with the Holy Spirit and with the power, who went about doing good and healing all who were oppressed by the devil, for God was with him. ഇതാണ് പറയുന്നത്, നസ്രാനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും. അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്, 2 ശക്തിയാണ്. ഡിവൈൻ പവർ, ക്രിയേറ്റീവ് പവറാണ്. ദ സെയിം പവറാണ് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി. ഇത് പറയുന്നത് ദൈവം അവനോടുകൂടി ഇരുന്നു കൊണ്ട് അഭിഷേകം പ്രാപിച്ച ഒരാളുടെ അടുത്ത് ദൈവം ഇട്ടിട്ട് ഓടിപ്പോകത്തില്ല. അവനിൽ ഇരുന്ന് അവരിൽ വസിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ദൈവം ഇരുന്ന് കഴിയുമ്പോൾ മറ്റുള്ളവർ കണ്ടാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ശത്രുക്കൾ കണ്ണൂരിട്ടാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ട് ഇല്ല. ലോകം സൃഷ്ടിച്ച ഈ ശത്രുവിനെ തകർത്ത ദൈവമാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വരാല് പോലെ ഇരിക്കുന്ന ആൾക്കാരെ ഇന്ന് നമ്മൾ പേടിക്കുന്നു.
ഒന്നും ആവശ്യമൊന്നുമില്ല. അതാണ് ദാവീദ് രാജാവ്. ദാവീദ് രാജാവിന് മുമ്പേ ഗോലിയാത്തിനെ അതിൻ്റെ ശരീരപ്രവൃത്തിയല്ല നമുക്ക്, ദൈവത്തിൻ്റെ വലുപ്പമാണ് ദാവീദ് നോക്കിയത്. അല്ല മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ പടച്ചട്ടി ഒന്നല്ല ദാവീദ് നോക്കിയത്. അപ്പം മനുഷ്യപരമായിട്ട് നോക്കുമ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരൊന്നും അദ്ദേഹം വലുതായിരിക്കാം, പക്ഷെ കർത്താവിൻ്റെ മുമ്പിൽ വെറും ഒന്നുമില്ലാതെ. That means if you are the child of God, if you are praying to the Lord each and every day, if you have received the anointing from the Holy Spirit, no weapon that is formed against you shall prosper. Your enemy cannot able to stand in front of you. It will be destroyed by the mighty power of the Holy Spirit. Praise the Lord. Hallelujah. നിന്റെ കണ്ട് നിങ്ങളുടെ ശത്രുക്കളെ കണ്ട് രസിക്കുമെന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയും. Praise the Lord. Hallelujah. പിന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവിന്റെ വചനം മറ്റുള്ളവരെ ഓർത്ത് മറ്റുള്ളവരെന്താണെന്ന് വെച്ചാൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ നിൽക്കും. പറ്റുന്ന പോലെ പ്രസംഗിക്കണം, സമയം കിട്ടുന്ന പോലെ പ്രസംഗിക്കും. എവിടേക്ക് കർത്താൻ ഉയർത്താൻ പറ്റുമോ അവിടെ എല്ലാം ഉയർത്തണം. Praise the Lord. Hallelujah. ഈ ഒരു ജീവിതമുള്ളൂ. ഈ ജീവിതം we have to enjoy and relax, enjoy in Christ Jesus and preach this wonderful gospel to everybody. Praise the Lord. Hallelujah. ഇത് പറഞ്ഞാൽ നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലെ എല്ലായിടത്തും ശമരിയിലും ഭൂമിയിൽ അറ്റത്തോളവും എനിക്ക് സാക്ഷികളാകും. This is what Holy Spirit anointing. When you receive the Holy Spirit anointing, you cannot able to sit in your home every day. You will come out even if in between the rain, even if it's a summer or winter. Praise the Lord. Hallelujah. Cold or hot, no matter. You automatically, your anointing will push you out. This anointing will take you out from your home. This anointing will make a way for you to preach this gospel in all the places, in all the cities, wherever you go. Your anointing will flow through your hand to everybody, all the nations. അത് നമ്മൾ തന്നെ സൃഷ്ടി ദൈവപുത്രന്മാർ വെളിപാടിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ anointing വേണ്ടി ലോകരാജ്യങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഈ anointing നിങ്ങളോട് ഈ ഇമ്പാർട്ടേഷൻ കിട്ടുവാനായിട്ട് ലോകത്തിലെ ജനങ്ങൾ അനേകായിരം ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ വെയിറ്റ് ചെയ്യുവാണ്. പിശാചിനെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി തകർക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവരെ നിങ്ങൾ അവവാദം പറഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് അസുഖം വന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കാറ്റും കോളും കൊണ്ട് നിങ്ങളെ ഒന്നുമില്ലാതെ കിടത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തി ഒന്നുമില്ലാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്താൻ പിശാച് ശ്രമിക്കുന്നു. പക്ഷെ നമ്മൾ പറയണം, കർത്താവിൽ ആശ്രയിക്കുന്നവർ ഞാനോ വീണ്ടും കഴുകന്മാരെ പോലെ ചേർക്കടിച്ചു വരും. ഞാൻ ഓടിയാൽ തളരത്തില്ല, നടന്നാൽ ക്ഷീണിക്കത്തില്ല. എന്നാൽ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ മൊത്തം ഞാൻ ഷേക്ക് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് പാപിനെ ഷേക്ക് ചെയ്തതുപോലെ ജീവിതത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഷേക്ക് ചെയ്ത് തകർത്ത് വരക്കണം. In the name of Jesus Christ, you are a more than a conqueror in Christ Jesus. യേശു ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളാണ് ജയാളികൾ, ഞാനാണ് ജയാളി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ശക്തമായിട്ട് കർത്താവിന് ഇത് അഭിഷേകത്തിൻ്റെ തുടക്കം മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെഷൻ എടുക്കാൻ 8 സെഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നാളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാളെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്. സൂമിലാണ് 2 o'clock ആണ് UK ടൈം. ഇന്ത്യ ടൈം 1, 2, 3, 4, 5, 6 ഇന്ത്യൻ ടൈം 6:30 PM. അത് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് ആയിരിക്കും സെഷൻ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ടുമാറോ there will be healing and deliverance service in Zoom. That will be UK time will be in 2 PM. Indian time will be 6:30 PM. South Africa time 3 PM. Praise the Lord. Hallelujah. Europe time 3 PM. And this is New York 9 AM. No more. Praise the Lord. Hallelujah. So you can join. You can let me know. You can send a message if you want to join. I can send you the Zoom link. Praise the Lord. May God bless you. Let us raise our hand and come pray about it. നമുക്ക് ഒരു മിനിറ്റ് കർത്താവിനോട് പ്രാർത്ഥിക്കും. Praise the Lord. Hallelujah. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കും. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവെ, ഈ വചനം കേട്ട ഓരോ വ്യക്തിയോട് കർത്താവെ സ്തോത്രം ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നിറയ്ക്കുന്നവർക്ക് കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ ദൈവസ്നേഹത്തെ നിറയ്ക്കുന്നവർക്ക് നന്ദി പറയുന്നു. കർത്താവ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നിറയ്ക്കുന്നവർക്ക് നന്ദി പറയുന്നു. കർത്താവെ ഈ ദിവസം അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കണമേ കർത്താവെ. പിതാവെ, യേശുവിന്റെ നാമത്തെ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പരിശുദ്ധനായ ദൈവമേ കർത്താവെ, ഞങ്ങളുടെ വചനത്താൽ എല്ലാവരും സൂക്ഷിക്കുന്നവർക്ക് കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ, വചനം പ്രസംഗിക്കുന്ന ഓരോ വ്യക്തിയെയും കർത്താവിന്റെ കാര്യങ്ങളിൽ കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നവർ നന്ദി പറയുന്നു. ഹെവലി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവർ നന്ദി പറയുന്നു. വേണ്ട കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യാനുള്ള കൃപ കൊടുക്കുന്നവർ കർത്താവെ നന്ദി പറയുന്നു. കർത്താവ്, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ സ്തുതിക്കുന്നു. വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയോട് തങ്ങളുടെ കൃപയാൽ സൂക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തോമസ് ബോയ്, ഗോഡ് ബ്ലെസ് യു.
Dr. P. Joy, God bless you. Soumya, Swaran, God bless you. Evangelist Georgia, God bless you. Thompson and Claire, Bexy, Samuel Thomas, praise the Lord, hallelujah. എല്ലാവരും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് UK, യൂറോപ്പ്, ആഫ്രിക്ക, നോർത്ത്, സൗത്ത് അമേരിക്ക എല്ലാ രാജ്യങ്ങളും കർത്താവിനെ വാങ്ങി കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് അവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തെ നിറയ്ക്കുന്നതിനോട് കർത്താവ് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് ഷെയർ ചെയ്യേണ്ട എല്ലാവരും ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you.